ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4th സെമസ്റ്ററിലെ 4031 പവർ ഇലക്ട്രോണിക്സ് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ് അതിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നടത്തുന്നത്. മൊഡ്യൂൾ 1-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഡിഫൈൻ കമ്മ്യൂട്ടേഷൻ ഓഫ് SCR ആൻഡ് ആൾസോ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്സ്. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ടേൺ ഓഫ് പ്രോസസ് ഓഫ് SCR ആൻഡ് സമ്മറൈസ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ആൻഡ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. SCR-നെ ടേൺ ഓഫ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേഷൻ. അതായത് SCR-നെ ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിംഗ്, അതിനെ വിളിക്കുന്ന പേരാണ് commutation. Commutation is the turn off process of a conducting SCR. SCR turn off പ്രോസസ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അഥവാ കമ്മ്യൂട്ടേഷനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് കറണ്ട് അല്ലെങ്കിൽ SCR-ന്റെ ഫോർവേഡ് കറണ്ട് സീറോയിലേക്ക് എത്തിച്ചേരണം. അതല്ല എങ്കിൽ SCR-ലേക്ക് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് SCR ഫോർവേഡ് കണ്ടക്റ്റിംഗ് മോഡിൽ നിന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിലേക്ക് എത്തുന്നു. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ മെയിൻലി രണ്ട് ടൈപ്സ് ആണുള്ളത്. ഒന്ന് നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ഒന്ന് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനും. AC സർക്യൂട്ടിൽ നടക്കുന്ന കമ്മ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. അതിൻ്റെ എക്സാമ്പിളാണ് റെക്ടിഫയർ. DC സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. എക്സാമ്പിളാണ് ഇൻവെർട്ടർ, ചോപ്പർ, എക്സെട്ര. ഇനി എന്താണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ? SCR is connected to an AC supply. അതായത് AC സപ്ലൈയിൽ നമ്മൾ SCR-നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ AC-യുടെ ഓരോ പോസിറ്റീവ് സൈക്കിളിലും SCR ഓൺ ആവും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ SCR-ലൂടെ ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ ഒരു റിവേഴ്സ് വോൾട്ടേജ് ആയിരിക്കും SCR-ലേക്ക് എന്ത് ചെയ്യുക, എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഓണും ഓഫും അവിടെ നടക്കുന്നുണ്ട് SCR-ൽ ഓട്ടോമാറ്റിക്കലി. അതിന് വിളിക്കുന്ന പേരാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം DC സർക്യൂട്ടിലാണ് അത് ഉപയോഗിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അതിൽ ഓട്ടോമാറ്റിക്കലി SCR-ന്റെ ഫോർവേഡ് കറണ്ട് സീറോയിലേക്ക് പോകുന്നില്ല. അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് കമ്മ്യൂട്ടിംഗ് എലിമെൻറ്റ്സ് ആയിട്ടുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടി ചേർന്ന് നമ്മളൊരു എക്സ്ട്രാ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്ത് ഫോഴ്സ് ചെയ്തിട്ട് SCR-നെ ഓഫ് ആക്കുന്ന കമ്മ്യൂട്ടേഷൻ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. ആ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D, ക്ലാസ് E, ക്ലാസ് F. ഈ ക്ലാസ് F കമ്മ്യൂട്ടേഷൻ തന്നെയാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SCR. അതല്ല എങ്കിൽ വർക്കിംഗ് ഓഫ് SCR. എന്താണ് SCR? SCR-ന്റെ ഫുൾ ഫോം പറയുകയാണെങ്കിൽ SCR സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. അതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. 3 ടെർമിനൽസ്, ആനോഡ്, കാഥോഡ്, ഗേറ്റ്. SCR-ഉം ഡയോഡിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ്. എക്സ്ട്രാ നമ്മൾ അതിൽ ഒരു ഗേറ്റ് ടെർമിനൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ. അതൊരു PN സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. 3 ജംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ ബയാസിംഗ് SCR-ന്റെ ഓപ്പറേഷൻ നമ്മൾ 3 മോഡായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, ഒന്ന് ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്, മൂന്നാമത്തത് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. എന്താണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്? ഇതിൽ SCR-നെ നമ്മൾ ഫോർവേഡ് ബയാസ് കണ്ടീഷനിൽ ലോ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള മോഡിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഈ ഒരു മോഡിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കില്ല, ലീക്കേജ് കറണ്ട് ഉണ്ടായിരിക്കും. ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്ത് പറയാം, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ നിന്ന് കണ്ടക്ഷൻ മോഡിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർവേഡ് ബയാസിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. അതല്ല എങ്കിൽ ഗേറ്റിലേക്ക് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന
ആ ഒരു മോഡിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCRനെ റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ കണക്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ഞാൻ പറഞ്ഞു ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ നമുക്ക് ഒന്നെങ്കിൽ ആനോഡ് ടു കാഥോഡിലേക്ക് കൊടുത്തിട്ടുള്ള വോൾട്ടേജ് വേരി ചെയ്യിക്കുക. ലോയിൽ നിന്ന് ഹൈ വാല്യൂക്ക് എത്തിക്കുമ്പോൾ അവിടെ കണ്ടക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഗേറ്റിലേക്ക് ഓരോ പൾസ് കൊടുക്കുക അല്ലെങ്കിൽ ഓരോ വോൾട്ടേജ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, SCR ഓൺ ആവുന്നതായിരിക്കും. അതാണ് SCRന്റെ വർക്കിംഗ്. ഇനി നമ്മളതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഗേറ്റിലേക്ക് നമ്മളിങ്ങനെ പൾസ് കൊടുക്കുന്നതനുസരിച്ച് SCR എന്ത് ചെയ്യും, കണ്ടക്ഷൻ നടത്തിക്കൊണ്ടിരിക്കും. അതാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ടേൺ ഓൺ മെത്തേഡ് ഓഫ് SCR. SCRനെ ടേൺ ഓൺ ചെയ്യിക്കാനുള്ള മെത്തേഡ്സ്. SCRനെ ടേൺ ഓൺ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ SCR ഫോർവേഡ് ബയാസിൽ ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്, SCR ടേൺ ഓൺ ആവുന്നത്. അതാണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് തെർമൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ട്രിഗറിങ്. നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ലീക്കേജ് കറണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അങ്ങനെ J2 എന്നുള്ള ജംഗ്ഷൻ ബ്രേക്കപ്പ് ആയിട്ട് SCR എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഇനി ഗേറ്റ് ട്രിഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റിലേക്ക് നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അവിടെയുള്ള J2 എന്നുള്ള ജംഗ്ഷൻ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് SCRഉം കണ്ടക്ട് ചെയ്യും. അതാണ് ഗേറ്റ് ട്രിഗറിങ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ട്രയാക്ക്. ട്രയാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയോഡ് ഇൻ AC ആണ്. അതിൻ്റെ 3 ടെർമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MT1 MT2 ഗേറ്റ് ആണ്. 2 SCR ആൻറ്റി പാരലൈറ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനാണ് ട്രയാക്ക്. ട്രയാക്കിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാക്ക് എന്താണ്, ഒരു ബൈ ഡയറക്ഷണൽ സ്വിച്ച് ആണ്. അതൊരു 4 ലെയർ സ്ട്രക്ചറാണ്. ഈ ട്രയാക്കിൻ്റെ വർക്കിംഗ് നമ്മൾ പറയുമ്പോൾ MT1 MT2 ഇതിലേക്കുള്ള സപ്ലൈഡിലെ കണക്ഷൻ അനുസരിച്ചിരിക്കും കറണ്ട് MT1 നിന്ന് MT2ലേക്കാണോ അതല്ലെങ്കിൽ MT2 നിന്ന് MT1ലേക്കാണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ മോഡ് 1 എന്ന് പറഞ്ഞാൽ MT2 പോസിറ്റീവും MT1 നെഗറ്റീവുമാണ്. കൂടാതെ ഗേറ്റ് എന്താണ്, പോസിറ്റീവാണ്. ഈ ഒരു കേസിൽ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1ൽ നിന്ന് N1, N1ൽ നിന്ന് P2, P2ൽ നിന്ന് N2. അതായത് കറണ്ട് ഫ്ലോസ് ഫ്രം MT2 ടു MT1. രണ്ടാമത്തെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MT2 നെഗറ്റീവാണ്, MT1 പോസിറ്റീവാണ്, ഗേറ്റും എന്താണ്, പോസിറ്റീവാണ്. ഈ ഒരു കണ്ടീഷനിൽ ലീക്കേജ് കറണ്ട് ഫ്ലോസ് ഫ്രം P2 N1, P1 N4. അതായത് MT1ൽ നിന്ന് MT2ലേക്കായിരിക്കും കറണ്ട് ഫ്ലോ നടക്കുന്നത്. അടുത്ത മോഡ് 3ൽ MT2 പോസിറ്റീവ്, G നെഗറ്റീവ്. ലീക്കേജ് കറണ്ട് ഫ്ലോസ് ഫ്രം P1 N1, P2 N2. അതായത് കറണ്ട് ഫ്ലോസ് ഫ്രം MT2 ടു MT1. ഈ നാലാമത്തെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MT2 നെഗറ്റീവും MT1 പോസിറ്റീവുമാണ്, ഗേറ്റ് നെഗറ്റീവ്. ഈ ഒരു കേസിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് P1 N1, P2 N2. അതായത് MT1ൽ നിന്ന് MT2ലേക്ക്. നമുക്കറിയാം DC എപ്പോഴും കറണ്ട് ഒഴുകുക പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കായിരിക്കും. MT1ഉം MT2 ഏതാണോ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഭാഗത്ത് നിന്ന് നെഗറ്റീവായി കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനലിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ നടക്കുന്നത്. ഇതാണ് ട്രയാക്കിൻ്റെ ഓപ്പറേഷൻ. അതിൻ്റെ ഫിഗറാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UJT ആണ്. UJT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡബ്ലി ബേസ്ഡ് ഡയോഡ്. അതായത് ഇതിൽ 2 ബേസും ഒരു എമിറ്ററാണ് ഇതിൻ്റെ ടെർമിനൽ. ഇതൊരു PN സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. UJT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണി ഡയറക്ഷണൽ ഡിവൈസ് കൂടിയാണ്.
ഇതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ ഇതിൻ്റെ ഇക്വാലൻ്റ് സർക്യൂട്ടാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അതിൽ RB1 എന്നുള്ള റെസിസ്റ്റർ ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. അത് കണക്ട് ചെയ്തിട്ടുള്ളത് ബേസ് 1ൻ്റെയും എമിറ്ററിൻ്റെയും അക്രോസ് ആണ്. അടുത്തത് RB2 എന്നുള്ള റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് ബേസ് 2ൻ്റെയും അതുപോലെ എമിറ്ററിൻ്റെയും അക്രോസ് ആണ്. ഇനി നമ്മൾ എമിറ്റർ ജംഗ്ഷനിൽ ഒരു ഡയോഡ് നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി RBB അതായത് ബേസ് 1 ടു ബേസ് 2ലെ റെസിസ്റ്റൻസ് ആണ് RBB. അത് പറഞ്ഞു കഴിഞ്ഞാൽ RB1 പ്ലസ് RB2 ആണ്. ഇനി ബേസ് 1ലെ വോൾട്ടേജ് ആണ് VB1. VB1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ VBB ആണ്. ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UJTയിൽ അത് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ആണ്. നമ്മൾ UJT വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയോഡിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് പ്ലസ് ഈറ്റ VBB, അതിനേക്കാൾ ഹൈ ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ എമിറ്ററിലേക്ക് കൊടുക്കുമ്പോൾ മാത്രമാണ് UJT വർക്ക് ചെയ്യുന്നുള്ളൂ. അതാണ് ഇതിൽ കാണിച്ചിട്ടുള്ള ലാസ്റ്റ്. ഈ VE ലെസ് ദാൻ VD പ്ലസ് ഈറ്റ VBB ആ ഒരു കണ്ടീഷനിൽ UJT എന്തായിരിക്കും? ഓഫ് സ്റ്റേറ്റിലായിരിക്കും. എപ്പോഴാണോ നമ്മൾ എമിറ്ററിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് VD പ്ലസ് ഈറ്റ VBBനേക്കാൾ ഹൈ ആവുന്നത് ആ ഒരു കണ്ടീഷനിൽ മാത്രമായിരിക്കും UJT വർക്ക് ചെയ്യുന്നുള്ളൂ. അടുത്ത് നമ്മൾ മൊഡ്യൂൾ 2ലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. എന്താണ് കൺട്രോൾഡ് റെക്ടിഫയർ? നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെക്ടിഫയർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ റെക്ടിഫയറിൽ നിന്ന് കൺട്രോൾഡ് റെക്ടിഫയർ ആവുമ്പോൾ ഡയോഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് വരുന്നുണ്ട്? SCR വരുന്നുണ്ട്. നമുക്കറിയാം SCRന് ടേൺ ഓൺ മെത്തേഡും ഉണ്ട്, ടേൺ ഓഫ് മെത്തേഡും ഉണ്ട്. അപ്പോൾ SCR ഒരു കൺട്രോളബിൾ ഡിവൈസ് ആണ്. ആയതുകൊണ്ടാണ് SCR ഉപയോഗിച്ചിട്ടുള്ള റെക്ടിഫയറിനെ വിളിക്കുന്ന പേരാണ് കൺട്രോൾഡ് റെക്ടിഫയർ. അതിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് റോൾസ് ഓഫ് ഫ്രീ വീലിംഗ് ഡയോഡ്? ഫ്രീ വീലിംഗ് ഡയോഡിൻ്റെ റോൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകുന്നതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ് ഫ്രീ വീലിംഗ് ഡയോഡ്. അതേപോലെ ഇൻപുട്ട് പവർ ഫാക്ടർ അത് ഇംപ്രൂവ് ചെയ്യിപ്പിക്കും, ലോഡ് പെർഫോമൻസും അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഇതാണ് റോൾ ഓഫ് ഫ്രീ വീലിംഗ് ഡയോഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ സിംഗിൾ ഫേസ് സെമി കൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് R ലോഡ്. സിംഗിൾ ഫേസ് സെമി കൺട്രോൾഡ് റെക്ടിഫയർ. സിംഗിൾ ഫേസ് സെമി കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഫേസിൽ ഹാഫ് സൈക്കിളിൽ മാത്രം കണ്ടക്ട് ചെയ്യുന്ന റെക്ടിഫയർ ആണ് സിംഗിൾ ഫേസ് സെമി കൺട്രോൾഡ് റെക്ടിഫയർ. നമ്മൾ ഈ ഫിഗറിലേക്ക് നോക്കാം. ഫിഗറിൽ എന്തുണ്ട്? ഒരു സപ്ലൈ ഉണ്ട്, സിംഗിൾ ഫേസ് സപ്ലൈ 230 വോൾട്ട് ഉണ്ട്. അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഇനി അതിൻ്റെ ഒരു സെക്ഷനിൽ എന്തുണ്ട്? ഒരു T1 നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ലോഡായിട്ട് എന്തുണ്ട്? റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിൻ്റെ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? SCR വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെയും ഒരു ആൽഫ ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? SCRന് ഫയറിംഗ് പൾസ് കൊടുക്കുകയാണ്. SCRന് ഓൺ ആവാനുള്ള ഒരു പൾസ് നമ്മൾ അവിടെ കൊടുക്കുകയാണ്. SCR ഓൺ ആയതിനു ശേഷം നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജായി നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇൻപുട്ടിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഔട്ട്പുട്ടും കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ട് തന്നെ ലോഡ് വോൾട്ടേജും ലോഡ് കറണ്ടും ഏകദേശം സെയിം ഷേപ്പിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വോൾട്ടേജ് അക്രോസ് SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCR കണ്ടക്ട് ചെയ്യാത്ത സമയങ്ങളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യും? വോൾട്ടേജ് കിട്ടും. അതാണ് വോൾട്ടേജ് അക്രോസ് SCR. ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും ഫയറിംഗ് പൾസ് കൊടുക്കുന്നതിന് മുൻപ് വരെ SCR എന്തായിരിക്കും? ടേൺ ഓഫ് കണ്ടീഷനിലായിരിക്കും. ഫയറിംഗ് പൾസ് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുള്ളൂ? SCR കണ്ടക്ട് ചെയ്യുള്ളൂ. നമുക്ക് നോക്കാം. ഡ്യൂറിംഗ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തൈറിസ്റ്റർ T is forward biased and triggered at a firing angle alpha. ആൽഫ കൊടുത്തതിന് ശേഷം SCR എന്ത് ചെയ്യും? ഫോർവേഡ് ബയാസ് അല്ലെങ്കിൽ ട്രിഗേർഡ് ആയിട്ട് മാറും. ഇനി ഡ്യൂറിംഗ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്തായിരിക്കും? തൈറസ് എന്തായിരിക്കും? റിവേഴ്സ് ബയാസ് ആയിരിക്കും. ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യില്ല? കറന്റ് ഫ്ലോ ഉണ്ടാവുകയില്ല.
നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഫേസ് ഫുൾ വേവ് കൺട്രോൾഡ് റെക്ടിഫയർ വിത്ത് RL ലോഡ് വിത്ത് ഫ്രീ വീലിംഗ് ഡയോഡാണ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന നോക്കൂ, 4 തൈരിസ്റ്റർ ഉണ്ട്, T1, T2, T3, T4, അതുപോലെ ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട്, പിന്നെ RL ലോഡാണ്. ഈ ഒരു കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ തൈരിസ്റ്റർ T1, T2 എന്തായിരിക്കും? ടേൺ ഓൺ ആയിരിക്കും. അപ്പോൾ നമ്മളേക്ക് ഒരു ഫയറിംഗ് പൾസ് കൊടുക്കുമ്പോൾ അത് ടേൺ ഓൺ ആയിരിക്കും. ആ ഒരു കേസിൽ സപ്ലൈ കറണ്ട് സപ്ലൈ T1 RL T2 സപ്ലൈ ആ ഒരു സൈക്കിൾ കൂടെ മാത്രം എന്ത് ചെയ്യും? സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ട്രിഗറിംഗ് പൾസ് കൊടുക്കുന്നതിന് മുൻപ് എന്തായിരിക്കും? T1ഉം T2ഉം ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ടേൺ ഓഫ് പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ടാവും. ആ ഒരു കേസിൽ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്ത് ചെയ്യും? ഇൻഡക്ടർ ഫ്രീ വീലിംഗ് ഡയോഡ് 6 എന്ന് പറഞ്ഞ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു കേസിൽ എന്താണ്? ലോഡ് കറണ്ട് വിൽ ബി കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ T3ക്കും T4നും ട്രിഗറിംഗ് പൾസ് കൊടുക്കുമ്പോൾ സപ്ലൈ എങ്ങനെ ഒഴുകുക? സപ്ലൈ T3 RL T4 സപ്ലൈ പറഞ്ഞ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇൻഡക്റ്റീവ് ലോഡ് കൊടുത്തതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ലോഡ് കറണ്ട് വിൽ ബി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയർ വിത്ത് RL ലോഡാണ് ആൻഡ് ഫ്രീ വീലിംഗ് ഡയോഡാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സിംഗിൾ ഫേസ് ഹാഫ് വേവ് കൺട്രോൾ റെക്ടിഫയർ വിത്ത് R ലോഡ്. ഇതിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റീവ് ലോഡ് ഇൻഡക്റ്റീവ് ലോഡിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സ്ട്രാ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈരിസ്റ്റർ T1 എന്തായിരിക്കും? ടേൺ ഓൺ ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ തൈരിസ്റ്റർ ടേൺ ഓൺ ആയിരിക്കും. എപ്പോൾ? ഒരു ഫയറിംഗ് പൾസ് ആൽഫ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും? തൈരിസ്റ്റർ T1 എന്തായിരിക്കും? ടേൺ ഓൺ ആയിരിക്കും. ആ ഒരു കേസിൽ സപ്ലൈ തൈരിസ്റ്റർ T1 വഴി RL ലോഡിലേക്ക് പോയി തിരിച്ചെന്ത് ചെയ്യും? സപ്ലൈയിലേക്ക് എത്തുന്നു. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് ചെയ്യും? തൈരിസ്റ്റർ എന്തായിരിക്കും? ടേൺ ഓഫ് പ്രോസസ്സിലേക്ക് പോകുന്നു. ആ ഒരു കേസിൽ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്ത് ചെയ്യും? ഇൻഡക്ടർ ഫ്രീ വീലിംഗ് ഡയോഡ് റെസിസ്റ്റർ പറഞ്ഞ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം? ലോഡ് കറണ്ട് വിൽ ബി കോൺസ്റ്റന്റ് ആയിരിക്കും. എപ്പോൾ? SCR ഓഫ് ആയാലും ലോഡ് കറണ്ട് വിൽ ബി കോൺസ്റ്റന്റ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ വേവ് സെമി കൺട്രോൾഡ് റെക്ടിഫയർ ആണ്. ഫുൾ വേവ് സെമി കൺട്രോൾഡ് റെക്ടിഫയർ. ഇതിൽ നമ്മൾ ഫിഗറിൽ നോക്കുക, സെമി കൺട്രോൾഡ് ആണ്. സെമി കൺട്രോൾഡ് പറഞ്ഞാൽ പകുതിയാണ് കൺട്രോളബിൾ ഉള്ളത്. ആയതുകൊണ്ട് തന്നെ ഇവിടെ 2 തൈരിസ്റ്റർ ഉണ്ട്, T1ഉം T2ഉം. അതേപോലെ 2 ഡയോഡ് ഉണ്ട്, D2 D1. അപ്പോൾ നമ്മളൊരു AC സപ്ലൈ വോൾട്ടേജ് കൊടുത്തു. അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആര് ട്രിഗർ ചെയ്യും? T1 ട്രിഗർ ചെയ്യും. T1 ട്രിഗർ ചെയ്യും. അതേപോലെ D2 എന്തായിരിക്കും? ഡയോഡ് D2 ഫോർവേഡ് ബയാസും ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആൽഫ ഫയറിംഗ് ആംഗിൾ കൊടുത്തതിന് ശേഷം T1 ടേൺ ഓൺ ആവും. ആ ഒരു കേസിൽ സപ്ലൈ T1 RL D2 സപ്ലൈ പറഞ്ഞ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്തുണ്ടാവും? സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആയിരിക്കും. ആ ഒരു കേസിൽ എന്ത് ചെയ്യും? D2 റിവേഴ്സ് ബയാസിലായിരിക്കും. ആ ഒരു കേസിൽ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്ത് ചെയ്യും? കുറച്ച് നേരം കൂടി ഈ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ? ഇൻഡക്ടർ D1 T1 R ഇൻഡക്ടർ അങ്ങനെ പറഞ്ഞ സർക്യൂട്ടിൽ കൂടെ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ഫയറിംഗ് ആംഗിൾ ആൽഫ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും? T2 ടേൺ ഓൺ ആവും. T2 ടേൺ ഓൺ ആവുമ്പോൾ എന്ത് ചെയ്യും? കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുക? സപ്ലൈ T2 RL D1 സപ്ലൈ. ഈ ഒരു കേസിൽ ഇൻഡക്ടർ എന്ത് ചെയ്യും? ചാർജ് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തൊരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എത്തുമ്പോൾ എന്ത് ചെയ്യും? D1 റിവേഴ്സ് ബയാസ് ആയിരിക്കും. ആ ഒരു കേസിൽ D2 എന്തായിരിക്കും? ഫോർവേഡ് ബയാസ് ആയിരിക്കും. ആ ഒരു കേസിൽ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കറണ്ട് എങ്ങനെയായിരിക്കും? L D2 T2
R L പറഞ്ഞ് ഈ ഒരു സൈക്കിൾ കൂടെ മാത്രം എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഫുൾ വേവ് സെമി കൺട്രോൾഡ് റെക്ടിഫയർ. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സിംഗിൾ ഫേസ് ഫുൾ കൺവേർട്ടർ വിത്ത് R ലോഡ്. ഇതിൽ നേരത്തെ നമ്മൾ നോക്കിയിട്ടില്ല എന്തായിരുന്നു, 2 തൈരിസ്റ്ററും 2 ഡയോഡായിരുന്നു. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തൈരിസ്റ്ററാണ്. 4 തൈരിസ്റ്റേഴ്സ് ഉണ്ട്, T1 T2 T3 T4. പിന്നെന്താണ്, റെസിസ്റ്ററും ഇൻഡക്ടറും. ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഫയർ ഇമ്പൾസ് കൊടുക്കുമ്പോൾ തൈരിസ്റ്റർ T1ഉം അതുപോലെ T2 ആയിരിക്കും എന്ത് ചെയ്യും, ടേൺ ഓൺ ആവുക. ആ സമയത്ത് ബാക്കി 2 തൈരിസ്റ്റർ T3യും അതുപോലെ T4 എന്തായിരിക്കും, റിവേഴ്സ് ബയാസ് കണ്ടീഷനിലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ടേൺ ഓഫ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഫയർ ഇമ്പൾസ് കൊടുത്തതിന് ശേഷം കറണ്ട് ഒഴുകുക സപ്ലൈയിൽ നിന്ന് T1 R L T2 സപ്ലൈയിലേക്കായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുക. ഇനി നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായിരിക്കും, നമ്മൾ ട്രിഗർ ഇമ്പൾസ് കൊടുക്കുമ്പോൾ T3യും T4 എന്തായിരിക്കും, ട്രിഗേർഡ് ആവും. ബാക്കി 2 തൈരിസ്റ്റേഴ്സ് എന്തായിരിക്കും, ടേൺ ഓഫ് കണ്ടീഷനിലായിരിക്കും. ആ ഒരു കണ്ടീഷനിൽ കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈയിൽ നിന്ന് T3യിലേക്ക് പോകും. T3 R L T4 സപ്ലൈ. ഈ ഒരു സൈക്കിൾ കൂടെ മാത്രം എന്ത് ചെയ്യും, ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് പോകുമ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോപ്പറാണ്. എന്താണ് ചോപ്പർ? ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് DC വോൾട്ടേജ് അല്ലെങ്കിൽ പവറിനെ വേരിയബിൾ DC വോൾട്ടേജ് അല്ലെങ്കിൽ പവർ ആക്കി മാറ്റുന്ന ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് ചോപ്പർ. ഫിക്സ്ഡ് DCനെ വേരിയബിൾ DC ആക്കി മാറ്റുന്ന ഒരു സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ചോപ്പർ. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു DC ചോപ്പർ എക്സ്പ്ലെയിൻ ചെയ്യലാണ്. ചോപ്പർ 2 ടൈപ്പാണുള്ളത്. ഒന്ന് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറുണ്ട്, ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചോപ്പറുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറാണ്. സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിന്റെ ഫിഗർ നോക്കി നോക്ക്. സപ്ലൈ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ചോപ്പറിന്റെ സ്വിച്ച് ഉണ്ട്, ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഉണ്ട്, ഒരു ഇൻഡക്ടർ ഉണ്ട്, ഒരു ലോഡ് ഉണ്ട്. ഇപ്പോൾ ഈ കണ്ടീഷനിൽ സ്വിച്ച് എന്താണ്, ഓഫ് കണ്ടീഷനിലാണ്. ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും, സപ്ലൈ തുടങ്ങി ഇൻഡക്ടർ വഴി ലോഡിലേക്ക് പോകുന്നു. ഇനി ഞാൻ ഈ സ്വിച്ച് ഓഫ് ആവുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യും, ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്ത് ചെയ്യും, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. ഏതിലൂടെ, ഈ ഡയോഡിലൂടെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു കണ്ടീഷനിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ചോപ്പറിനെ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് അപ്പ് ചോപ്പറാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൽ എന്തുണ്ട്, സപ്ലൈ നേരെ കൊണ്ടിട്ടുള്ള ഇൻഡക്ടറിലേക്കാണ്. ഇൻഡക്ടർ, ഡയോഡ്, ലോഡ്. ഇൻഡക്ടറിന് ഡയോഡിൻ്റെ അക്രോസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണ്, ചോപ്പറിൻ്റെ സ്വിച്ചാണ്. അപ്പോൾ അതിൽ കണ്ടീഷൻ 1 എന്താണ്, സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഫ്ലോ നടക്കുന്നത് രണ്ട് സർക്യൂട്ടിലൂടെയാണ്. ഒന്ന് എന്താണ്, സപ്ലൈ, ഇൻഡക്ടർ, ചോപ്പർ, സപ്ലൈ. അതേപോലെ തന്നെ മറ്റു സപ്ലൈ ആണ് ഇൻഡക്ടർ, D1, ലോഡ്, സപ്ലൈ പറഞ്ഞ് 2 സൈക്കിൾ കൂടെ എന്ത് ചെയ്യുന്നു, കറണ്ട് ഒഴുകുന്നുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും കണ്ടീഷനിൽ നമ്മൾ സ്വിച്ച് ഓഫ് ആവുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യും, ഇൻഡക്ടറുടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എനർജി എന്ത് ചെയ്യും, അത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴും എന്താണ്, സപ്ലൈ വോൾട്ടേജ് നമുക്ക് ലോഡിന് അക്രോസ് കിട്ടുന്നു. ഔട്ട്പുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനെ എന്ത് വിളിക്കുന്നത്, സ്റ്റെപ്പ് അപ്പ് ചോപ്പർ എന്ന് ഇതിനെ വിളിക്കുന്നത്. ഇനി ചോപ്പറിനെ കൺട്രോൾ ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ്. ഒന്ന് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡും രണ്ടാമത്തെ വേരിയബിൾ ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡും. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡിന്റെ ഫിഗർ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഓൺ ടൈം പീരിയഡ് ഓഫ് ചോപ്പറിന് എന്ത് ചെയ്യാണ്, വേരി ചെയ്യുകയാണ്. ചോപ്പിംഗ് പീരിയഡ് T എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി വേരിയബിൾ ഫ്രീക്വൻസി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി സൈക്കിൾ ഓഫ് ദി ചോപ്പർ സ്വിച്ചിന്റെ ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ ഫ്രീക്വൻസി മെത്തേഡ്. ഈ 2 മെത്തേഡിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ചോപ്പറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്
സിംഗിൾ ഫേസ് സ്റ്റെപ്പ് അപ്പ് സൈക്ലോ കൺവേർട്ടർ. എന്താണ് സൈക്ലോ കൺവേർട്ടർ? കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള എ സിയെ വേരിയബിൾ ഫ്രീക്വൻസി ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് സൈക്ലോ കൺവേർട്ടർ. ഈ സൈക്ലോ കൺവേർട്ടറിൽ രണ്ട് ഗ്രൂപ്പ് തൈരിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ഗ്രൂപ്പ് തൈരിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ഗ്രൂപ്പ് തൈരിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ പോസിറ്റീവ് ഗ്രൂപ്പിൽ വരുന്നതാണ് P1 N2, നെഗറ്റീവ് ഗ്രൂപ്പിൽ വരുന്നതാണ് N1 P2. ഇനി നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ P1ഉം N2 എന്തായിരിക്കും? ഫോർവേഡ് ബയാസ് കണ്ടീഷനായിരിക്കും. അതായത് 0 to π എ സിയുടെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ 0 to πയിൽ P1ഉം N2 എന്തായിരിക്കും? ഫോർവേഡ് ബയാസ് ആയിരിക്കും. ഇനി ഫസ്റ്റ് കണ്ടീഷനിൽ P1 എന്തായിരിക്കും? ടേൺ ഓൺ ആയിരിക്കും. ഏതുവരെ? 0 to ωt1 വരെ എന്തായിരിക്കും? P1 എന്നുള്ള തൈരിസ്റ്റർ എന്തായിരിക്കും? ഓൺ ആയിരിക്കും. ആ ഒരു കേസിൽ ടെർമിനൽസ് നോക്കുമ്പോൾ ടെർമിനൽ എ പോസിറ്റീവും ഒ എന്തായിരിക്കും? നെഗറ്റീവും ആയിരിക്കും. അടുത്തത് ωt = ωt1 ആവുമ്പോൾ തൈരിസ്റ്റർ P1 എന്തായിരിക്കും? അത് ഓഫ് ആവുകയും അതിന് പകരമായിട്ട് തൈരിസ്റ്റർ N2 എന്തായിരിക്കും? ടേൺ ഓൺ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു കണ്ടീഷനിൽ ടെർമിനൽസ് എന്തായിരിക്കും? O പോസിറ്റീവും അതുപോലെ A എന്തായിരിക്കും? നെഗറ്റീവും ആവുന്നു. ഇതിൽ നമുക്ക് കിട്ടുന്ന ലോഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എൻവലപ്പ് ആയിരിക്കും. ഇനി അടുത്തത് ωt = ωt2 ആവുമ്പോൾ വീണ്ടും എന്തായിരിക്കും? P1 ടേൺ ഓൺ ആവുന്നു, N2 എന്തായിരിക്കും? ടേൺ ഓഫ് ആവുന്നു. ആ ഒരു കണ്ടീഷൻ എന്തായിരിക്കും? A എന്നുള്ള ടെർമിനലിൽ പോസിറ്റീവും O എന്നുള്ള ടെർമിനൽ എന്തായിരിക്കും? നെഗറ്റീവും ആവുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി ωt = π ആയതിനു ശേഷം അടുത്ത പെയറായിട്ടുള്ള നെഗറ്റീവ് ഗ്രൂപ്പ് ഓഫ് തൈരിസ്റ്റേഴ്സ് എന്തായിരിക്കും? ടേൺ ഓൺ ആവും. നെഗറ്റീവ് ഗ്രൂപ്പ് ഓഫ് തൈരിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1 അതുപോലെ P2. അതിൽ ωt = π ആവുമ്പോൾ ωt = π to ωt1 വരെ എന്തായിരിക്കും? P2 ആയിരിക്കും ടേൺ ഓൺ ആവുക. അതിനുശേഷം N1 ടേൺ ഓൺ ആവുന്നു. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സൈക്ലോ കൺവേർട്ടർ. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീരീസ് ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടർ നമുക്കറിയാം. ഇൻവെർട്ടർ എന്താണ്? DC-യെ AC ആക്കുന്ന ഒരു സർക്യൂട്ടാണ് ഇൻവെർട്ടർ. ഈ ഇൻവെർട്ടർ സർക്യൂട്ടിൽ രണ്ട് തൈരിസ്റ്റേഴ്സ് ഉണ്ട്. T1 അതുപോലെ T2 ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. ഇനി ഇതിൻ്റെ മോഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരിസ്റ്റർ T1 ഓൺ ആവുക, T2 എന്താണ്? ഓഫ് കണ്ടീഷനിലാവുക. ഈ ഒരു കേസിൽ എന്ത് ചെയ്യും? നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ സപ്ലൈ T1, ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ഒരു കേസിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും എന്ത് ചെയ്യും? എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? T1ഉം T2 എന്താണ്? ടേൺ ഓഫ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും എന്താണ്? ഫുള്ളി ചാർജ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കണ്ടീഷനിൽ രണ്ട് തൈരിസ്റ്റേഴ്സും ഓഫ് ആയതുകൊണ്ട് തന്നെ അതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 ഓഫും T2 എന്താണ്? ഓണും ആണ്. ഈ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും? കപ്പാസിറ്ററും ഇൻഡക്ടറിലും എന്ത് ചെയ്യും? ഡിസ്ചാർജിങ് പ്രോസസ് നടക്കും. അപ്പോൾ കപ്പാസിറ്റർ, ഇൻഡക്ടർ, T2, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ പറഞ്ഞിട്ട് ഈ സൈക്കിളിൽ കൂടെ മാത്രം എന്ത് ചെയ്യും? കറണ്ട് ഈ ഒരു സർക്യൂട്ടിൽ കൂടെ മാത്രം എന്ത് ചെയ്യും? കറണ്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടറും വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറും. എന്താണ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ? എന്താണ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ? VSI എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണ്. CSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ ആണ്. VSI എന്ന് പറഞ്ഞാൽ VSI is fed from a DC voltage source having small impedance ആണ്. DC വോൾട്ടേജിൽ നിന്ന് സ്മാൾ ഇംപെഡൻസ് ആയിട്ടുള്ള സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്തതിനെ വിളിക്കുന്നവരാണ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആണ്. CSIന്റെ കേസിൽ വരുമ്പോൾ DC സോഴ്സ് വിത്ത് ഹൈ ഇംപെഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു.
VSIയിൽ ഇൻപുട്ട് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ CSIയിൽ ഇൻപുട്ട് കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യും കോൺസ്റ്റന്റ് ആയിരിക്കും. VSIയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ CSIയിൽ ഔട്ട്പുട്ട് കറണ്ട് ആയിരിക്കും ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇനി ലോഡ് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് ലോഡ് ഇംപിഡൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. CSIയിൽ വരുമ്പോൾ ലോഡ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോഡ് ഇംപിഡൻസിനായിരിക്കും. പിന്നെ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് VSIയിൽ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, CSIയിൽ എന്തായിരിക്കും സിമ്പിൾ ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈൻ ഇന്ററാക്റ്റീവ് UPS ആണ്. ഈ ലൈൻ ഇന്ററാക്റ്റീവ് UPSൽ വരുന്ന മെയിൻ കമ്പോണൻസ് ആണ്. ഒന്ന് AC സപ്ലൈ ഉണ്ട്, മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, റെക്ടിഫയർ പ്ലസ് ഇൻവെർട്ടർ കം ചാർജർ ഉണ്ട്, ബാറ്ററി ബാങ്ക് ഉണ്ട്, ക്രിട്ടിക്കൽ ലോഡ് ഉണ്ട്. അതിൽ മോഡ് 1ൽ മെയിൻ സ്വിച്ച് ഓൺ ആവുന്ന കണ്ടീഷൻ, അതിൽ നമ്മളുടെ സ്റ്റാറ്റിക് സ്വിച്ച് ക്ലോസ് ചെയ്തു, അതായത് സ്വിച്ച് ഓൺ കണ്ടീഷനാണ്. അപ്പം എന്ത് ചെയ്യും, ലോഡിലേക്ക് സപ്ലൈ ഡയറക്റ്റ് എത്തുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗം റെക്ടിഫയർ കം ചാർജറിലേക്ക് വന്ന് ബാറ്ററി ബാങ്കിൽ എന്ത് ചെയ്യും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അടുത്തത് മോഡ് 2ൽ മെയിൻ സ്വിച്ച് ഓഫ് ആവുകയാണ്, അതായത് സ്റ്റാറ്റിക് സ്വിച്ച് ഓപ്പൺ കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ ഇൻവെർട്ടർ കം ചാർജർ എന്ത് ചെയ്യും സപ്ലൈ ലോഡിലേക്ക് കൊടുക്കുന്നു. അതായത് ബാറ്ററി ബാങ്കിൽ നിന്ന് സപ്ലൈ എന്ത് ചെയ്യും റെക്ടിഫയറിലേക്ക് കൊടുക്കും. അവിടെ റെക്ടിഫിക്കേഷൻ ഇൻവേർഷൻ നടത്തിയതിന് ശേഷം എന്ത് ചെയ്യും ക്രിട്ടിക്കൽ ലോഡിലേക്ക് കൊടുക്കുന്നു. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡ്രൈവ്സ്. ഇലക്ട്രിക് ഡ്രൈവ്സിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സോഴ്സ് ഉണ്ട്, ഒരു പവർ മോഡുലേറ്റർ ഉണ്ട്, ഒരു മോട്ടോർ ഉണ്ട്, ലോഡ് ഉണ്ട്, സെൻസിങ് യൂണിറ്റ് ഉണ്ട്, കൺട്രോൾ യൂണിറ്റ്, അതുപോലെ ഇൻപുട്ട്. നമുക്ക് ഓരോ ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ ആവശ്യമുള്ളത്, നമുക്ക് നമ്മൾ കൊടുക്കുന്ന ടാസ്കിന് ആവശ്യമുള്ള ലോഡാണ് നമ്മൾ ഉപയോഗിക്കുക. ഫാന്, പമ്പ്, വാഷിംഗ് മെഷീൻ എക്സെട്ര ഒക്കെ ലോഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി പവർ മോഡുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിൽ നിന്ന് മോട്ടോറിലേക്ക് കൊടുക്കുന്ന ആ ഒരു പവറിനെ മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് പവർ മോഡുലേറ്റർ. മോട്ടോർ മേ ബി AC മോട്ടോർ ആവാം, അല്ലെങ്കിൽ DC മോട്ടോർ ആവാം. ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീൻ ആയിരിക്കും മോട്ടോർ. സോഴ്സ് എന്ന് പറഞ്ഞാൽ AC സോഴ്സ് ആവാം, അല്ലെങ്കിൽ DC സോഴ്സ് ആവാം. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത നമുക്ക് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ മോട്ടോറിനെ കൺട്രോൾ ചെയ്യണം. അതായത് ലോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് മോട്ടോറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് കൺട്രോൾ യൂണിറ്റ് ആണ്. സെൻസിങ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ്സിന്റെ പാരാമീറ്റേഴ്സ് നമുക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി, മോട്ടോറിന്റെ സ്പീഡ്, കറണ്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് സെൻസിങ് യൂണിറ്റ്. ഇതാണ് ബ്ലോക്ക് ഡയഗ്രം ഓഫ് ഇലക്ട്രിക് ഡ്രൈവ്സും അതിന്റെ ഓരോ കമ്പോണൻസിന്റെ ഡിസ്ക്രിപ്ഷനും. അടുത്തായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഓഫ്ലൈൻ UPS. ഓഫ്ലൈൻ UPSന്റെ ഫിഗർ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. മെയിൻ സപ്ലൈ ഉണ്ട്, ചാർജർ, ബാറ്ററി ബാങ്ക്, ഇൻവെർട്ടർ, മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച്, UPS സ്റ്റാറ്റിക് സ്വിച്ച്, ലോഡ്. ഈ ഓഫ്ലൈൻ UPS നോക്കുമ്പോൾ അതിന്റെ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് ഓൺ കണ്ടീഷനിലും UPS സ്റ്റാറ്റിക് സ്വിച്ച് എന്താണ് ഓഫ് കണ്ടീഷനിലും ആയിരിക്കും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി അതിൽ നമ്മൾ മോഡ് 1 പറയുമ്പോൾ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് എന്തായിരിക്കും ഓൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും സപ്ലൈ നേരിട്ട് ലോഡിലേക്ക് എന്ത് ചെയ്യും എത്തുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ ഒരു പങ്ക് റെക്ടിഫിക്കേഷൻ നടത്തിയതിന് ശേഷം ബാറ്ററിയിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും കണ്ടീഷനിൽ മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് ഫെയിൽ ആവും, അല്ലെങ്കിൽ എന്ത് ചെയ്യും അത് ഓഫ് ആവുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യും ബാറ്ററി ബാങ്ക് ഇൻവേർഷൻ നടത്തിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും ലോഡിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഓഫ്ലൈൻ UPS. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഓൺലൈൻ UPS. ഓൺലൈൻ UPSൽ സപ്ലൈ, റെക്ടിഫയർ ആൻഡ് കം ചാർജർ ഉണ്ട്, ബാറ്ററി ബാങ്ക് ഉണ്ട്, ഇൻവെർട്ടർ ഉണ്ട്, UPS സ്റ്റാറ്റിക് സ്വിച്ച് ഉണ്ട്, മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് ഉണ്ട്, ലോഡ് ഉണ്ട്. ഇതിൽ ഫസ്റ്റത്തെ മോഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും റെക്ടിഫയർ ACനെ DC ആക്കുന്നു, അത് ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നു, അതേപോലെ ബാറ്ററി ബാങ്കിലേക്കും കൊടുക്കുന്നു. ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടാണ് ലോഡായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്, അതായത് UPS സ്വിച്ച് വഴി ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും കണ്ടീഷനിൽ AC സപ്ലൈ ഓഫ് ആവുന്ന കണ്ടീഷൻ,
ആ ഒരു കേസിൽ എന്ത് ചെയ്യും, ബാറ്ററി ബാങ്ക് എന്ത് ചെയ്യും, അതിൻ്റെ പവർ ഇൻവെർട്ടറിലേക്ക് കൊടുത്തിട്ട് UPS സ്റ്റാറ്റിക് സ്വിച്ച് വഴി ലോഡിലേക്ക് കൊടുക്കുന്നു. ഇനി അഥവാ UPS സിസ്റ്റം ഫെയിൽ ആവുന്ന കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ സ്റ്റാറ്റിക് സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം സപ്ലൈ നേരിട്ട് ലോഡിലേക്ക് കൊടുക്കുക. ഒരു ഇൻറ്ററപ്ഷനും ഇല്ലാതെ നേരിട്ട് സപ്ലൈ ലോഡിലേക്ക് എത്തുന്നത് ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓൺലൈൻ UPS.